പ്രഭാതകേരളത്തിലേക്ക് വിശദമായി കടക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചവയെ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഏറെ പ്രാധാന്യത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഷാനോസ് ഡേവിഡ് കൊല്ലത്തുന്നുണ്ട്, ഒപ്പം തന്നെ വി വിനോദ് തിരുവനന്തപുരത്തുനിന്നുണ്ട്. ഈ IMAയുടെ സമരമടക്കമുള്ള കാര്യങ്ങൾ വിനോദ് വിശദീകരിക്കും. ഒപ്പം തന്നെ കോട്ടയത്തെ സാഹചര്യങ്ങൾ ജി ശ്രീജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഷാനോസ് ഡേവിഡിലേക്ക്. ഷാനോസ്, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. കാരണം പോലീസ് വലിയ വിമർശന വിധേയമായതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല, ഡോക്ടർക്ക് സുരക്ഷ ഒരുക്കിയില്ല, പോലീസ് പിന്തിരിഞ്ഞു, അങ്ങനെ പല വിമർശനങ്ങളും ഉയർന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകുമ്പോൾ ഇനി അന്വേഷണം ഏതു തരത്തിലേക്ക് പോകും? എന്തൊക്കെയാണ് നമ്മൾ ഈ തരത്തിൽ പ്രതീക്ഷിക്കേണ്ട നീക്കങ്ങൾ? ഷാനോസ്. ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പുലർച്ചെ കൊല്ലത്തു നിന്നുണ്ടാവുന്ന വാർത്ത, ഈ നമ്മുടെ നാടിനെ ആകെ നടത്തിയ വന്ദനദാസ് കൊലക്കേസിൽ അന്വേഷണം റൂറൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദിവസങ്ങളിൽ ഈ കേസുമായി തുടക്കത്തിൽ തന്നെ ചില വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. അതിനൊരു മറുപടി എന്ന നിലയ്ക്ക് ഈ സംഘടനകൾ ആവശ്യപ്പെട്ടതായിട്ട്, അതായത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വന്ദനദാസ് കൊല്ലപ്പെട്ട സംഭവം റൂറൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം റൂറൽ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള സുനിൽ ഇതിന്റെ മേൽനോട്ടം വഹിക്കുക. റൂറൽ ക്രൈംബ്രാഞ്ച് DYSP MM ജോസിലായിരിക്കും അന്വേഷണത്തിന്റെ നേതൃത്വം. ആരോഗ്യ മേഖലയിലെ നിരവധി സംഘടനകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവർ നേരത്തെ തൊട്ടേ ഇതിനകത്തൊരു ശക്തമായ ഒരു അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ആരോഗ്യ മേഖലയിലെ IMA, KGM, അതുപോലെ തന്നെ PG ഡോക്ടർമാരുടെ സംഘടന അടക്കം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക ഏജൻസി കേസ് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെയും ആവശ്യം. ഇത്തരം ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് റൂറൽ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തുന്നത്. എന്തായാലും ഇതിനകത്ത് ഈ പ്രതിയുടെ മാനസിക നില എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതാണോ എന്നൊരു അഭ്യൂഹം അല്ലെങ്കിൽ അത്തരം ഒരു വാർത്തകൾ നേരത്തെ മുതൽ പ്രചരിച്ചിരുന്നു. കാരണം പ്രതി മദ്യപാനാസക്തിയുള്ള ആളും മദ്യത്തിന് അടിമപ്പെട്ട ആളുമാണ്. അതിനൊപ്പം മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നൊരു സംശയം പൊതുവിൽ ഉയർന്നിരുന്നു. കാരണം ഈ കൊലപാതകം നടക്കുന്ന പല ദിവസത്തെ അയാളുടെ പെരുമാറ്റങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടായിരുന്നു അത്തരം ഒരു അഭ്യൂഹത്തിലേക്ക് കടന്നിരുന്നത്. പക്ഷെ അതൊന്നുമല്ല. കാരണം ഇയാൾക്ക് മദ്യപാനാസക്തി മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഈ പോലീസ് പ്രധാനമായിട്ടും ഇതുവരെയുള്ള അന്വേഷണ സംഘം ഇതുവരെ നോക്കിയിരുന്നത് ഇയാൾ സ്വന്തം ഇച്ഛയാൽ ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ്. കാരണം ഒരു കൊലക്കേസ്, അതായത് കൃത്യമായി സ്ത്രീനോട്ട് നിലനിൽക്കുന്ന സാഹചര്യം ഇതിനകത്തുണ്ട്. കാരണം സ്വന്തം ഇച്ഛയാൽ ഈ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ സാഹചര്യമാണ് ഉള്ളത്. പ്രതി അങ്ങനെ കരുതിക്കുട്ടി, അതായത് ആ FIR ആദ്യം തന്നെ നിൽക്കുന്നത് കരുതിക്കുട്ടിയുള്ള കൊലപാതകം, അതായത് സ്ത്രീനോട്ട് വരുന്ന തരത്തിലേക്കൊരു കൃത്യമായ നീക്കമാണ് പോലീസ് നടത്തിയത്. അതിന് യോജിക്കും വിധമുള്ള കൃത്യമായ ഫൈൻഡിങ്സിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല, മറിച്ച് മാനസിക പ്രശ്നത്തിന്റെ ഭാഗമായിട്ടല്ല വന്ദനദാസിനെ കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി പ്രവർത്തിച്ചത്, അങ്ങനെയാണ് കൃത്യം നിർവഹിച്ചത്. അപ്പം ആ അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ പോകാം. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത, ഇയാളുടെ ഫോൺ ഇയാൾ അവിടെ വെച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നു, അത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു, അതിനുശേഷം ഇത് ചാറ്റ് ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് ബുദ്ധിപരമായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രതി. അപ്പൊ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ പ്രതി കൃത്യമായി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കൃത്യം നിർവഹിച്ച് സ്വന്തം ഇച്ഛയാൽ കൃത്യം നിർവഹിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള ഫൈൻഡിങ്സിലേക്കാണ് പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് സാഹചര്യം. എന്തായാലും ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പോലീസിന്റെ വീഴ്ചയടക്കം ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു സംഭവമാണ്. ഈ വിഷയത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായും നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് വരുമ്പോൾ കോട്ടയത്ത് നിന്ന് വന്ദനയുടെ വീട്ടിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോഴും ഈ ഒരു വേദന കേരളത്തിന് ഒന്നടങ്കം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വന്ദനയുടെ വീട്ടുകാർ ഇതിപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നിരവധി ആളുകളാണ് വന്ദനയുടെ കുടുംബത്തെ ആശ്വസിക്കാനായി ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? രഞ്ജിനി, സജിത്ത്, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കൂടുതൽ ആളുകൾ, നേതാക്കളൊക്കെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ മാധ്യമങ്ങളെല്ലാം പോയ ശേഷമാണ്, രാത്രിയാണ് ചലച്ചിത്ര താരം മമ്മൂട്ടി എത്തിയത്.
ഒരു പരിധിവരെ കുടുംബത്തിന് ആശ്വാസം നൽകുന്ന ഒരു സന്ദർശനം കൂടിയാണിത്. കാരണം ഇത്തരം മനുഷ്യരൊക്കെ എത്തി വന്ദനാദാസിൻ്റെ കുടുംബത്തിൽ അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ അവർക്കൊരാശ്വാസമാകും, കുറച്ചെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരൊക്കെ എത്തുന്നത്. തീർച്ചയായും ഒരു പരിധിവരെ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും അവർക്ക് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും നിലവിൽ ഇന്ന് KPCC അധ്യക്ഷൻ വന്നേക്കുമെന്നായിരുന്നു സൂചന. അത് പക്ഷേ നാളെ എത്തിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വിവിധ ഡോക്ടർമാരുടെ അടക്കം സംഘടനാ നേതാക്കൾ അങ്ങനെ ഇന്നലെ ഈ സംസ്കാര ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത വലിയൊരു വിഭാഗം ഇന്നും മുട്ടിച്ചിറയിലെ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതെങ്കിലും നേതാക്കൾ എത്തും എന്നുള്ള വിവരങ്ങൾ, അങ്ങനെ അന്തിമമായുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ കുടുംബത്തിന് പിന്തുണയുമായി ആ നാട്ടുകാരും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട്. ഇന്നലെ നമ്മൾ അവിടുന്ന് സംസാരിച്ച് പുറപ്പെടുമ്പോഴും ഇവർ രണ്ടുപേർ മാത്രമായിരിക്കില്ല, ബാക്കി ബന്ധുക്കൾ എല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഒരു അടുത്ത ബന്ധു നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ആ കുടുംബത്തെ ഒരു സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ബന്ധുക്കളും നാട്ടുകാരും ഇങ്ങനെയുള്ള വിവിധ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് വന്ദനാദാസിൻ്റെ സഞ്ചയന ചടങ്ങുകളുള്ളത്. ഇനിയൊരു ചടങ്ങായി അവശേഷിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. എന്തായാലും ഇന്നും കൂടുതൽ വ്യക്തികൾ ഒക്കെയും അവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. രഞ്ജിനി. യെസ്, അതാണ് ശ്രീജിത്ത് വ്യക്തമാക്കിയത്. എന്തായാലും വന്ദനാദാസിന്റെ കുടുംബത്തിനൊപ്പം മലയാളി കേരളം ഉണ്ട് എന്ന ഒരു പിന്തുണയാണ് പൊതുവിലുണ്ടാകുന്നത്. കാരണം വിവിധ മേഖലയിലുള്ളവരാണ് ആ പിന്തുണയുമായി എത്തുന്നത്. കാരണം ആ കുടുംബത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം അത് ഇതുകൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല. ആ അമ്മ ഇങ്ങനെ കണ്ണീരിൽ ഉള്ള അമ്മയുടെ ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ആർക്കും മറക്കാൻ കഴിയുന്നില്ല. എന്തായാലും കൂടുതൽ പേരുകളെത്തുന്നു. അവർക്ക് വിവാദങ്ങൾക്ക് ഒക്കെ അപ്പുറം ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ, ഒരു ആശ്വാസം പകരാൻ ഇത്തരം സന്ദർശനങ്ങൾ ഉതകട്ടെ എന്ന് നമുക്ക് കരുതാം. നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ VV വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വന്ദനാദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് IMA നടത്തി വന്നിരുന്ന സമരം, IMAയും ഒപ്പം തന്നെ KGMOയും നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. പക്ഷേ പ്രശ്നം അവസാനിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരും, കാരണം അവരാണല്ലോ ഈ അടിസ്ഥാനപരമായി കാഷ്വാലിറ്റിയിലും ഒക്കെ വളരെ സജീവമായി ജോലി ചെയ്യേണ്ടി വരുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ സമരരംഗത്താണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഇന്ന് ആരോഗ്യമന്ത്രിയുമായി അവരുടെ ചർച്ച? ആ ചർച്ചയുടെ പുരോഗതി എങ്ങനെ പ്രതീക്ഷിക്കാം? നമുക്ക് എപ്പോഴേക്കും ചർച്ച ആരംഭിക്കും വിനോദ്? രഞ്ജനി, ഗുഡ് മോർണിംഗ്. സൈത്ത് പറഞ്ഞതുപോലെ തന്നെ KGMOയും IMAയും ഇതിനകം തന്നെ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. VIP ഡ്യൂട്ടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഉറപ്പുകൾ, അതായത് താലൂക്ക് ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെ അമ്മയും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള ആശുപത്രികൾ, ഇവിടെ എല്ലാം തന്നെ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ്, SI മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ സംവിധാനം, ഇതെല്ലാം തന്നെ അവർ എഴുതി നൽകിയിട്ടുണ്ട്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് KGMOയും IMAയും സമരം അവസാനിപ്പിച്ചത്. അതേസമയം ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരും സമരം തുടരുകയാണ്. അവർ നിലവിലെ സാഹചര്യത്തിൽ നേരിടേണ്ടി വരുന്ന, അതായത് കാഷ്വാലിറ്റി ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ പലപ്പോഴും ഹൗസ് സർജൻസും PG ഡോക്ടർമാരും ഒക്കെയുമാണ് ഉള്ളത്. സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാകാറില്ല. ഈ വരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള PG ഡോക്ടർമാരോ അല്ലെങ്കിൽ ഹൗസ് സർജന്മാരോ ആണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഒരു വികാര വിക്ഷോഭമായി പുറത്തു വന്നതും. അത് തള്ളിക്കളയാൻ കഴിയുന്നൊരു കാര്യമല്ല. സൈത്ത് പറഞ്ഞതുപോലെ ഈ സംവിധാനത്തെ തന്നെ താങ്ങി നിർത്തുന്ന വിഭാഗമാണ്. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ 100% ശരിയുമാണ്. കാരണം യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ രാത്രികാലങ്ങളിലടക്കം, ഇവർ ലഹരിയുടെ ഉപയോഗം അടക്കം ഉള്ള ആളുകളെ ഇങ്ങനെ ചികിത്സിക്കേണ്ടി വരിക ഒരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇന്ന് ആരോഗ്യമന്ത്രിയുമായി PG ഡോക്ടർമാർ ചർച്ച നടത്തുന്നുണ്ട്. അധികം വൈകാതെ തന്നെ മന്ത്രിസഭയിൽ തന്നെ സഭാ സമ്മേളനം വരെ പോകാതെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ സുരക്ഷ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും അതിനുള്ള തീരുമാനവും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും നേരത്തെയൊക്കെ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലൊക്കെ വരികയും അന്നേരം ഡോക്ടർമാരുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അതൊക്കെയും കടലാസിലൊങ്ങി. ഇപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രികളിൽ പോലും കൃത്യമായ സുരക്ഷാ സംവിധാനമില്ല. ജില്ലാ ആശുപത്രികളിലും ആ തരത്തിൽ കാര്യമായ സുരക്ഷയില്ല. വളരെ കുറച്ച് ആശുപത്രികളിൽ മാത്രമാണ് പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റും മറ്റ് സംവിധാനങ്ങളും ഉള്ളത്. ഇതിലൊക്കെയും മാറ്റമുണ്ടാകണം. കോടതി ചോദിച്ചതും അതുതന്നെയാണ്. ഈ മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന സുരക്ഷ എന്തുകൊണ്ട് ഡോക്ടർമാർക്ക് കൊടുത്തുകൂടാ എന്ന ഒരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഇന്ന് ആരോഗ്യമന്ത്രിയും PG ഡോക്ടർമാരും തമ്മിലുള്ള ചർച്ചയുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിലൊരു അന്തിമമായ തീരുമാനമുണ്ടാകുക. ഇപ്പോഴും
വിദ്യാർത്ഥികളും PG ഡോക്ടർമാരും, അതായത് ഹൗസ് സർജൻസും PG ഡോക്ടർമാരും അവരുടെ സമരം തുടരുകയാണ്. KGMOയും IMAയും സമരം അവസാനിപ്പിച്ചെങ്കിൽ കൂടി ഇപ്പോൾ നടക്കുന്ന സമരത്തിന് അവരുടെ ഐക്യദാർഢ്യമുണ്ട്. VIP ഡ്യൂട്ടികൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് സീനിയർ ഡോക്ടർമാരുടെ സംഘടനകൾ പോയിട്ടുള്ളത്. OPയുടെ പ്രവർത്തനം ഉൾപ്പെടെ താളം തെറ്റിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓപ്പറേഷൻ തിയേറ്ററും അതോടൊപ്പം തന്നെ പ്രസവ ചികിത്സയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വേദനയ്ക്കിടയിലും ഡോക്ടർമാർ ആ കൃത്യനിർവഹണം നടത്തിയെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം OP ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരുന്നു. സാധാരണഗതിയിലേക്ക് എത്തണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായേ കഴിയൂ. സജിത്ത്, രഞ്ജിനി. യെസ്, വിനോദ് തുടരുക. വിനോദിലേക്ക് തിരിച്ചു വരാം. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, നമുക്കറിയാം ഈ കേസുമായി, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദം, കാരണം അത് സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വലിയ വിമർശന വിധേയമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ വിമർശനവും അതിന്റെ വിവാദങ്ങളും ഒക്കെ മാറുകയാണ്. ഇതിൽ പ്രസക്തമാവുന്നത് ആ കുടുംബത്തിന്റെ പ്രതികരണമാണ്. നമുക്കറിയാം കുടുംബത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമാവുന്ന ഒരു ഘട്ടമല്ല ഇപ്പോഴുള്ളത്. കാരണം അവരങ്ങേയറ്റം മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലും അതിന്റെ സാഹചര്യങ്ങളിലുമാണ്. ആർക്കും അവരുടെ പ്രതികരണം പോലും തേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ഒത്തുകൂടിയ ബന്ധുക്കൾ ഉണ്ടാവാം, നാട്ടുകാർക്ക് ഉണ്ടാവാം. അവർക്കിടയിൽ വേണ്ടത്ര രീതിയിലൊരു സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരിന്റെ പിഴവ് പറ്റി. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം പോലും തുടക്കത്തിൽ തന്നെ വിവാദം ഉണ്ടാക്കിയതുമാണല്ലോ. ആ തരത്തിൽ ബന്ധുക്കളിൽ നിന്നോ മറ്റ് അവിടുത്തെ നാട്ടുകാരിൽ നിന്നോ ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും ഇന്നലെയോ കഴിഞ്ഞ ദിവസങ്ങളിലോ ഉയർന്നു വന്നിരുന്നോ ശ്രീജിത്ത്? സജിത്ത്, ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല അവർ. അതിൻ്റെ ഒരു മാനസിക, ഇപ്പോൾ ഇന്നലെയൊക്കെ ഇത് സംഭവ സമയശേഷവും അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആ ഒരു ഷോക്കാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു അസുഖം വന്ന് മരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെയും ഉൾക്കൊള്ളാനാകും. പക്ഷെ ഇങ്ങനെ ഒരു മരണം അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരിതിൻ്റെ ഒരു യുക്തിപരമായ ഇതിലുണ്ടാകുന്ന വീഴ്ചകൾ, പാളിച്ചകൾ, അത്തരം കാര്യങ്ങളിലേക്ക് അവർ ഒരു പക്ഷേ ഇന്നോ നാളെയോ ഒക്കെ കടക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം പൊതുസമൂഹത്തിൽ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇത്രയും ഡോക്ടർമാരുടെ മുന്നിൽ വെച്ച് പോലീസുകാരുടെ മുന്നിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. അതും മറ്റ് ഡോക്ടർമാരുടെ ഒരു സംഘം അവിടെ ഉണ്ടെന്ന്, ഒരു CMO ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നോ? അതല്ല അവിടെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പരിക്ക് പറ്റുമ്പോൾ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിരുന്നോ? തൊട്ടടുത്ത ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ട്? അവിടെ നിന്ന് 2 മണിക്കൂർ ദൂരമുള്ള കിംസിൽ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ഈ കുട്ടി മരിക്കാനുള്ള സാധ്യത വരെയുണ്ട്. കാരണം ഇതിൻ്റെ ആന്തരാവയവങ്ങൾക്ക് മുറിവ് പറ്റിയിരുന്നു, അതിൽ കടുത്ത രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ദൂരം ഈ ഒരു 1-1.5 മണിക്കൂറോളം സമയം ഈ രോഗിക്ക് കാര്യമായ ചികിത്സയൊന്നും കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ പല ഡോക്ടർമാരടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഈ കുടുംബത്തിന് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഇത്തരം ചിന്തകളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉയരുന്നുണ്ട്. കാരണം നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന താലൂക്ക് ആശുപത്രിയാണ്, പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. ഈ വന്ദനയ്ക്ക് ഒരു പ്രാഥമിക ചികിത്സകൾ വേണ്ടത്ര നൽകിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്ന പല ഡോക്ടർമാരുമുണ്ട്. ഡോക്ടർമാരുടെ സമൂഹത്തിൽ നിന്ന് തന്നെയുണ്ട്. അതെല്ലാം ഇനിയും കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. തീർച്ചയായും ഒരു എത്രത്തോളം ആഴത്തിലുള്ള മുറിവാണുള്ളത്, ഇനി പ്രാഥമിക ചികിത്സകൾ നൽകിയാൽ പോലും രക്ഷപ്പെടാത്ത സാഹചര്യമാണ്. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും സ്വാഭാവികമായും ഇന്നോ നാളെയോ ഒക്കെയായി ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ബന്ധുക്കളുടെയെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടി വരിക. കാരണം അവരുടെ നിലപാടെന്ത്, ഇനി അവർ പ്രതികരിക്കാനില്ലയോ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. അവർ ഈ ഒരു വിധിയെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണോ എന്നെല്ലാം അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ആ ഒരു നിലപാട് എന്ത് എന്ന് ഇന്നോ നാളെയോ ഒക്കെയായി അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്, ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ ആ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ വന്ദനയുടെ മരണം ഉൾക്കൊള്ളാൻ ഇതുവരെയും ആ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല, നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല, ബന്ധുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ നിലവിൽ ഉയർന്നു വന്ന വിവാദങ്ങളുണ്ട്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളുണ്ട്. ഒപ്പം കൃത്യമായ ചികിത്സ വന്ദനയ്ക്ക് കിട്ടിയിരുന്നോ എന്ന
കാര്യങ്ങളിലെല്ലാം വരും ദിവസങ്ങളിൽ അവരൊരു പക്ഷേ പ്രതികരിച്ചേക്കാം. നമുക്ക് തിരുവനന്തപുരത്ത് വിനോദ് ഒരിക്കൽ കൂടിയുണ്ട്. വിനോദിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ വിനോദ്, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതിന് ഉത്തരവാദി സർക്കാരാണ്, വന്ദനയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാർ എന്നൊരു ഹാഷ്ടാഗിൽ വലിയ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് മറികടക്കാൻ സർക്കാർ ഇപ്പോൾ ഓർഡിനൻസ് എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്തായാലും പുതിയ ചില ഡോക്ടർമാർക്ക് സുരക്ഷ ഒരുക്കുന്ന ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ഒപ്പം പ്രതിപക്ഷം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? ഏതു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം? സൈത്ത്, സർക്കാരും പ്രതിപക്ഷവും എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കാണേണ്ടത് പല ഘട്ടങ്ങളിലും ആരോഗ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെയും ഇതുണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിലും അങ്ങനെ തന്നെയാണ്. ഈ നേർക്കുനേർ ഉള്ള വെല്ലുവിളികളും അല്ലെങ്കിൽ സംസാരവും എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. ഇവിടെ ആരോഗ്യമന്ത്രി കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും ആരോഗ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ ആക്രമണം. സ്വാഭാവികമായും സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് കോടതി ഇന്നലെ ചോദിച്ചത് തന്നെ പ്രതിപക്ഷം വടിയാക്കും. കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലീസുകാർ ഓടിക്കളഞ്ഞോ എന്നാണ് കോടതി ചോദിച്ചത്. ADGP അടക്കമുള്ളവർക്ക് വിശദീകരിക്കേണ്ടി വന്നത് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ്. കാരണം പോലീസുകാരുടെ ജീവൻ നഷ്ടമായാലും ഡോക്ടർ വന്ദനയുടെ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് കടമയും ബാധ്യതയുമായിരുന്നു. അത് അങ്ങനെ കഴിഞ്ഞില്ല എന്ന കാര്യം ഒരു ഏറ്റുപറച്ചിലായി തന്നെ കോടതി മുമ്പാകെ ADGP അടക്കമുള്ളവർ, DGP ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുതന്നെയാണ് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒരു വടിയായി മാറുന്നതും. സർക്കാരിൻ്റെ വീഴ്ച എന്ന നിലയ്ക്ക് തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. സൈത്ത് പറഞ്ഞതുപോലെ ക്യാമ്പയിൻ എന്നതിനപ്പുറത്തേക്ക് പ്രത്യക്ഷമായി തന്നെ ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും സംഭവിക്കുന്ന ഒരു കാര്യം മാത്രവുമല്ല, ഈ KV ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന അടക്കം അത് അദ്ദേഹം വേറൊരു ഡയമെൻഷനിലാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പറയുന്നു, അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ പറഞ്ഞതാണെന്ന് പറയുന്നു. കുഴപ്പക്കാരായ ഡോക്ടർമാരുണ്ട് എന്ന നിലയ്ക്കാണ്. പക്ഷേ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഒരു നിയമസഭാ സാമാജികൻ ഡോക്ടർമാരെ തല്ലണം എന്ന ആഹ്വാനം നടത്തുകയും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് തൊട്ടടുത്ത് തന്നെ അദ്ദേഹവുമായി വലിയ ബന്ധമുള്ള ഒരു സ്ഥലത്ത് തന്നെ ഈ അക്രമ സംഭവം നടക്കുകയും ചെയ്തു എന്നത് തന്നെയാണ്. ഇത് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നുണ്ട്. അവർ കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ ഇതെല്ലാം തന്നെ കൂടിച്ചേർന്നുള്ള ഒരു സമരവും പ്രതിഷേധവുമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരും. KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഡോക്ടർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരുന്നു. ഏതായിരുന്നാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു ഗുരുതരമായ വീഴ്ച അത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ ആരോഗ്യവകുപ്പ് കൃത്യമായി ഡോക്ടർമാർക്ക് സുരക്ഷ ഒരുക്കുന്നില്ല എന്നുള്ള കാലങ്ങളായി നിൽക്കുന്ന ആരോപണം. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി എന്ന ഒരു അല്ലെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായി എന്ന ഒരു കാര്യം. ഈ രണ്ട് കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷം മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഈ തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളും. അടുത്ത ദിവസമായിരിക്കും KPCC പ്രസിഡന്റ് ഡോക്ടർ വന്ദനയുടെ വീട് സന്ദർശിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അടക്കമുണ്ടാകും. ഏതായിരുന്നാലും സർക്കാരിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന കാര്യം ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ തീരുമാനം. അതേസമയം സൂചിപ്പിച്ചതുപോലെ ഒരു ഓർഡിനൻസിലൂടെ സുരക്ഷ, അതായത് അടുത്ത സഭാ സമ്മേളനം വരെ കാത്തിരിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഡോക്ടർമാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുക, ഇപ്പോൾ തന്നെ വൈകി എന്നൊരു ചിന്തയും അങ്ങനെ ഒരു വികാരവും സർക്കാരിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് വൈകിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ കർശനമായ സുരക്ഷ, അതിനുള്ള മാർഗനിർദ്ദേശം തന്നെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം IMAയും KGMOയുമായി നടത്തിയ ചർച്ചയിൽ അവരുടെ ആവശ്യങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ താമസിയാതെ വരും. കാറ്റഗറി തിരിച്ചുള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കാറ്റഗറി തിരിച്ച് കർശനമായ സംവിധാനം, രാത്രി ഇങ്ങനെ കാഷ്വാലിറ്റിയിലൊക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ഡോക്ടർമാരെ കാഷ്വാലിറ്റിയിൽ നിയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും പരിഗണനയിലുണ്ട്. ആ തരത്തിലായിരിക്കും സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൈത്ത്, രഞ്ജിനി. ശരി, വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി അടക്കം മാറ്റുന്ന സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് വലിയ ആരോപണമാണ് ആരോഗ്യമന്ത്രിക്ക് അടക്കം ഉന്നയിക്കുന്നത്. ഇന്നോ നാളെയോ ആയി KPCC അധ്യക്ഷൻ വന്ദനയുടെ വീട്ടിലെത്തും. കൂടുതൽ ആരോപണങ്ങളും ഉണ്ടാകും. പ്രഖ്യാപനങ്ങളുടെ വിവാദം അവസാനിപ്പിക്കുക, ഡോക്ടർമാർക്കൊപ്പം നിൽക്കുക, അവരുടെ ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കാണാതിരുന്നു കൂടെ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പ്രതി സന്ദീപിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത്.
പ്രതിയെ പാർപ്പിച്ചിരിക്കുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പ്രതി ശ്രമിക്കുമെന്ന സൂചനയെ തുടർന്നാണ് അന്വേഷണ സംഘത്തിന്റെ 24 മണിക്കൂർ നിരീക്ഷണം. മാരക ലഹരി പദാർത്ഥങ്ങൾ പ്രതി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പൂജപ്പുര സെൻട്രൽ ജയിലിലെ നിരീക്ഷണ ക്യാമറ സംവിധാനമുള്ള മുറിയിൽ സന്ദീപിനെ പാർപ്പിച്ച് ഓരോ നിമിഷവും നിരീക്ഷിച്ചത് വിജയം കണ്ടുവെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. 2 രാത്രിയും 1 പകലും പിന്നിടുമ്പോൾ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന നിഗമനത്തിലെത്തിച്ചേരാൻ ഇതോടെ അന്വേഷണ സംഘത്തിനായി. വന്ദനയെ കുത്തിവീഴ്ത്തിയ ശേഷം ബഹളമുണ്ടാക്കിയതും ആദ്യ ദിവസം സെല്ലിനുള്ളിൽ അലറി വിളിച്ചതും മാനസിക പ്രശ്നം മൂലമല്ലെന്നും പോലീസ് പറയുന്നു. അതായത് കൊലപാതകം കൃത്യമായ ബോധ്യത്തോടെയായിരുന്നു എന്ന ആദ്യവാദം കൂടുതൽ ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതി വാർഡന്മാരോട് സംസാരിക്കുകയും കുടുംബ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ സന്ദീപിനെ കൗൺസിലിംഗിന് വിധേയനാക്കാനാണ് തീരുമാനം. പ്രതി സഹകരിക്കുമെന്ന് ഉറപ്പായാൽ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഭക്ഷണം കഴിച്ചു തുടങ്ങിയതോടെ പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതും അന്വേഷണ സംഘത്തിന് ആശ്വാസമാണ്. സന്ദീപ് മാരക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായി ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. മദ്യം മാത്രമാണ് ലഹരിക്കായി പ്രതി ഉപയോഗിച്ചിരുന്നത്. മദ്യാസക്തി കുറയ്ക്കാൻ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ വന്ദനാദാസിന്റെ ദാരുണ മരണം വരുന്നതിനിടെയാണ് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ദിനം കൂടി കടന്നു വരുന്നത്. ഇന്ന് ലോക നഴ്സസ് ദിനമാണ്. ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് അതിന്റെ തീം. അത് നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാകുന്ന ഒരു തീം കൂടിയാണ്. എന്തായാലും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അതിക്രമങ്ങൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ഇന്ന് ആചരിക്കുന്നത്. കഴിഞ്ഞൊരു വർഷം മാത്രം കേരളത്തിൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്കിരയായത് 118 ആരോഗ്യ പ്രവർത്തകരാണ്. ജീവൻ രക്ഷിക്കാൻ പാടുപെടുന്നവരുടെ ജീവനെടുക്കുന്ന സാഹചര്യം കൂടുതൽ വഷളായതേയുള്ളൂ ഇപ്പോൾ. ചികിത്സക്കെത്തുന്നവരുടെ ബന്ധുക്കളോ ചിലപ്പോൾ രോഗി തന്നെയോ എപ്പോൾ വേണമെങ്കിലും പ്രകോപിതരായി ആക്രമണം അഴിച്ചുവിടാം. സാംക്രമിക രോഗങ്ങളടക്കം ഗുരുതര രോഗമുള്ളവരെ വരെ വേണ്ടത്ര സുരക്ഷയില്ലാതെ പരിശോധിക്കുകയും പരിചരിക്കുകയും ചെയ്യേണ്ടി വരുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരടക്കം എത്ര ആരോഗ്യ പ്രവർത്തകരാണ് കോവിഡ് കാലത്ത് ജോലിക്കിടെ രോഗബാധിതരായത്? എത്ര പേർക്കാണ് ജീവൻ നഷ്ടമായത്? രോഗികളെ പരിചരിക്കുന്നതിനിടെ നിപ്പ വൈറസ് ബാധിച്ച് ജീവൻ നഷ്ടമായ സിസ്റ്റർ ലിനി വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. ലോകമെങ്ങും തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി സമയം നിജപ്പെടുത്തി കാലമേറെ കഴിഞ്ഞിട്ടും 12 മണിക്കൂറിലേറെ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് നഴ്സുമാർ. എന്നിട്ടും മാന്യമായ വേതനത്തിനായി എത്ര സമരങ്ങളാണ് നടന്നത്? ഭൂമിയിലെ മാലാഖമാർക്ക് നാം എത്രമാത്രം പരിഗണന നൽകുന്നുണ്ട്? മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.